നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും കണ്ടിട്ടില്ല, ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല അതിനുള്ള ഉറപ്പുണ്ട്. ഐ ഹാവ് ദ റിപ്പോർട്ട്സ്. പക്ഷെ അതിനകത്ത് ആരും കഴിഞ്ഞ റെക്കോർഡഡ് വീഡിയോസ് ഒന്നും ആരും കണ്ടിട്ടില്ല. അപ്പൊ അതെല്ലാം കണ്ടിട്ട് ഇത് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പക്ഷെ ഇനിയിപ്പോൾ അറ്റൻഡ് ചെയ്യുക, ഇതിനകത്തൊന്നും എന്തെങ്കിലും മനസ്സിലാക്കാൻ നോക്കുക. ഡൗട്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ റെഗുലറായിട്ട് ചോദിക്കുക. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചോദിക്കുക, കുഴപ്പമില്ല. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എടുത്തു തരാം, കുഴപ്പമില്ല, പക്ഷെ പറയണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടുള്ള എക്സസൈസ് 7.2 നമ്മൾ എടുത്തത് ഏകദേശം 20th ക്വസ്റ്റ്യൻ വരെ എടുത്തിരുന്നു അല്ലെ, ക്വസ്റ്റ്യൻ നമ്പർ 20 വരെ. അപ്പൊ ഇനി നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 21 മുതലായിരിക്കും. ചില പ്രോബ്ലംസ് സിമ്പിൾ ആയിട്ടുള്ളത് സ്കിപ്പ് ചെയ്യാം, ബാക്കിയൊക്കെ നമ്മൾ ആസ് യൂഷ്വൽ എടുത്തു പോവാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 21. നമ്മുടെ question number 21. Okay, so it is 21st question of exercise 7.2. Okay, അപ്പൊ അതിനകത്ത് I എന്ന് പറയുന്ന ഇന്റഗ്രൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, I എന്ന് പറയുന്നത് എന്താണ്? I will be equal to integral of tan square of 2x minus 3 dx. ഇത് നിങ്ങളൊന്ന് ചെയ്യാൻ ട്രൈ ചെയ്ത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്ന് നോക്കി. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനകത്ത് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? 21 I is equal to integral of tan square of 2x minus 3 into dx. നമ്മൾ എന്താണ് അസ്യൂം ചെയ്യേണ്ടത്? 2x minus 3 equal to t. അസംഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ പഠിക്കാൻ. അപ്പൊ അതിനകത്ത് അസ്യൂം ചെയ്യുന്നത് എന്താണ്? നമുക്ക് അസ്യൂം ചെയ്യാം, ലെറ്റ് എന്താണ് 2x minus 3 equal to t അസ്യൂം ചെയ്യുക. ഓക്കെ, ടിയോ കെയോ അങ്ങനെ എന്തെങ്കിലും അസ്യൂം ചെയ്യുക. അങ്ങനത്തെ അസംഷൻ വരുമ്പോൾ എന്താണ് കിട്ടുന്നത്? what we get is, ഇവിടെ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x, ഡിഫറൻഷിയേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു x, what do you get? we get 2 dx അല്ലേ, 2 into dx minus 0, that will become 2 dx equal to dt. ഓക്കെ, അത് മനസ്സിലായി. അപ്പൊ ഇനി ഇതിനകത്തൊന്ന് നമുക്ക് dx ഐസൊലേറ്റ് ചെയ്ത് മാറ്റണം. സോ dx will be equal to dt by 2. ഓക്കെ, dx എന്തായിരിക്കും? dx will be equal to dt by 2. ഓക്കെ, dx equal to dt by 2. അപ്പൊ ഇനി വീണ്ടും I എടുക്കുക. I will be ഇന്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റഗ്രൽ ഓഫ് tan square of t അല്ലേ, tan square of t dt by 2. അപ്പൊ by 2 എന്നുള്ളത് by 2 ഞാൻ ഇവിടെ 1/2 ആയിട്ട് എഴുതുന്നു. ഓക്കെ, അപ്പൊ ഇനി ഇതിനകത്ത് എങ്ങനെയാ ചെയ്യുന്നത്? ദിസ് ഇസ് 1/2. വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് tan square x? നമുക്ക് tan സ്ക്വയറിന്റെ ചെയ്യാൻ അറിയാമോ? tan സ്ക്വയറിന്റെ ഡയറക്റ്റ് ആയിട്ടൊരു ഫോർമുല ഇല്ല. അപ്പൊ കൺവേർട്ട് ഇറ്റ് ഇൻടു sec സ്ക്വയർ. അപ്പൊ അതെങ്ങനെ എടുക്കുന്നത്? we know that say tan square x, we know that tan square theta is equal to sec square theta minus 1 അല്ലേ. ഇത് നമുക്ക് അറിയാവുന്ന ഒരു ഫോർമുലയാണ്. അതോ sec square theta minus 1 ആണോ plus 1 ആണോ? minus 1. okay, so it becomes integral of, convert this thing into this form, so it becomes sec square t minus 1 plus 1 അല്ലേ? 1 plus v square theta ഇല്ലല്ലോ tan theta. നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇതാണ്, tan square theta plus 1 equal to sec square theta. ഓക്കെ, അല്ല 1 minus sec square theta എന്ന് വരത്തില്ല. ഓക്കെ, tan square theta മാറ്റുന്നത് നമ്മൾ sec square minus 1. is that okay? നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളത് 1 plus tan square theta equal to sec square theta എന്നാണ്. അപ്പൊ tan square theta എന്ത് പറ്റും? tan square theta will be equal to sec square minus 1. ഓക്കെ, ഇത് കണ്ടിന്യൂ ചെയ്യാം. ഇതിനകത്ത് ഇനിയും നമ്മൾ എന്താ ഇനിയും ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ, sec സ്ക്വയറിന് നമുക്ക് ഫോർമുല ഡയറക്റ്റ് ആയിട്ട് ഉണ്ട് നമ്മുടെ കയ്യിൽ. 1/2 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 1/2 മൊത്തത്തിൽ അങ്ങനെ അവിടെ കിടക്കട്ടെ, ഇന്റഗ്രൽ ഓഫ് sec സ്ക്വയർ t dt മൈനസ് ഇന്റഗ്രൽ ഓഫ് 1 dt. ഓക്കെ, അതവിടെ ബ്രാക്കറ്റിൽ ഇടാം. 1/2 അവിടെ കിടപ്പുണ്ട്.
any integral of sec square t. What is integral of sec square t? Tan t plus c. Okay, Tan t plus c. plus c1. Okay, അങ്ങനെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ പ്ലസ് മൈനസ് ഇവിടെ 1ന്റെ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ t ആണ്, t ആയതുകൊണ്ട് t. ഓക്കെ, പ്ലസ് സി, എല്ലാം കൂടെ പ്ലസ് സി ഉണ്ട്. ഇവിടെ ഒരു പ്ലസ് സി കൊടുക്കാമെങ്കിൽ 1/2 ഇൻറ്റു സി വേറൊരു സി ആയിരിക്കും. അപ്പൊ ഇതെല്ലാം കൂടെ ഒരു പ്ലസ് സി ഇവിടെ കൊടുക്കാം. ഓക്കെ, സോ ദിസ് ബിക്കംസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ടാൻ ടി. ഞാൻ ആ ടിയും കൂടെ റീപ്ലേസ് ചെയ്തേക്കാം. വാട്ട് ഈസ് ടി? ടി എന്താണ് ക്വസ്റ്റ്യനകത്ത് വന്നിരിക്കുന്നത്? ടി ഈസ് ഈക്വൽ ടു 2x മൈനസ് 3. 2x മൈനസ് 3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ ഇറ്റ് ബിക്കംസ് ടാൻ ഓഫ് 2x മൈനസ് 3 മൈനസ് 2x മൈനസ് 3. വേണമെങ്കിൽ ഇവിടെ പ്ലസ് 3 ആയിട്ട് എടുക്കാം. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ പ്ലസ് 3 ആയിട്ട് എടുക്കാം. പ്ലസ് സി. ഓക്കെ, ഈ 3 പ്ലസ് സി വേണമെങ്കിൽ വേറൊരു സി ആയിട്ട് എടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, 2x വരെ അവിടെ നിർത്താം. പിന്നെ ഈ 2 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇറ്റ് ബിക്കംസ് 1/2. ലെറ്റ് മീ ടേക്ക് ദിസ് ആസ് c1, ദിസ് ആസ് c1. 1/2 into tan of 2x minus 3. പിന്നെ ഇതിവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, ലൈക്ക് ദിസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ 1/2 ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ആകുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. പിന്നെ മൈനസ് എക്സ് പിന്നെ പ്ലസ് സി. ഓക്കെ, ഈ 1/2 ഒരു മിനിറ്റ്, ഇവിടെ 1/2 into minus 3 whatever it is. Okay, minus 3/2 plus c1 അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. So that I'm taking that constant as capital C. Okay, I'm taking that constant as capital T. Let me check എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. Okay, മനസ്സിലായില്ലായിരുന്നു. എന്താ മനസ്സിലാവാത്തെ? മറ്റേ 1/2 കയറ്റുന്നത്. ഓക്കെ, 1/2 ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ എഴുതി. ഓക്കെ, ഓക്കെ, ഇവിടെ 1/2 മൈനസ് 2x ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ 2ഉം 1/2 കൂടെ കട്ടായി പോയി, എക്സ് മാത്രം, മൈനസ് എക്സ് മാത്രം അവിടെ ബാക്കി. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ 1/2ഉം പിന്നെ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1/2ഉം മൈനസ് 3 മൾട്ടിപ്ലൈ ചെയ്തു. ഈ മൈനസ് 3 മൾട്ടിപ്ലൈ ചെയ്തു. അതെന്താണ്? മൈനസ് 3/2. മൈനസ് 3/2 ഈസ് അഗെയിൻ അനദർ കോൺസ്റ്റന്റ്. അപ്പൊ ആ കോൺസ്റ്റന്റും പ്ലസ് c1 എന്നുള്ള ആ കോൺസ്റ്റന്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫൈനൽ കോൺസ്റ്റന്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അത് ഞാൻ ക്യാപിറ്റൽ സി ആയിട്ട് എടുത്തു. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി പോവാ. പറ്റുമെങ്കിൽ കൂടെ എഴുതി പോവാ. പിന്നെ ഞാൻ റെക്കോർഡിംഗ് ഇടാം. റെക്കോർഡിംഗ് ഇട്ട് കഴിയുമ്പോൾ അതും കൂടെ ഒരു പ്രാവശ്യം കണ്ടു നോക്കുക. ഓക്കെ, ഫുള്ള് കണ്ടു നോക്കുന്നില്ല ആരും. അനലിറ്റിക്സ് പറയുന്നത് ആരും കാണുന്നില്ല എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? അത് ദാറ്റ് ഈസ് അഗെയിൻ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. sec square x എന്നുള്ളത് അത് ഞാൻ എടുക്കുന്നില്ല. ഓക്കെ, tan square x നെ sec square കൺവേർട്ട് ഒക്കെ ചെയ്ത പോലെ അതിനകത്ത് sec square ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾക്ക് ചെയ്യാം. ഇനി 23rd ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്ത് 23 question number 23 എന്താണ് പറയുന്നത്? Question number 23 says this is I is equal to integral of sine inverse of x divided by 1 minus x square root. Okay, into dx. ഇവിടെ ഞാൻ എന്താണ് അസ്യൂം ചെയ്യേണ്ടത്? What should I assume? Let dash equal to t. 1/root of 1 minus x square equal to t. Should I take root of 1 minus x square equal to t? So what is the derivative of root of 1 minus x? 1 minus x square is equal to t. അങ്ങനെ ആവുമ്പോൾ what is the derivative of 1 minus x square? It is minus 2x. ആ minus 2x എനിക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒന്നുമില്ല. Your assumption is wrong. So make another assumption. Let sin inverse of x equal to the derivative of sin inverse of x. 1 by differentiating 1 by root of 1 minus അത് തന്നെ. So what we get here is sin inverse x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? sin inverse x ന്റെ ഡെറിവേറ്റീവ് ആണ്
ഒരു സെക്കൻഡ്. അനുപമ, ഓക്കെ സർ, എനിക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല സർ. സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്, ബട്ട് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, വൈ? ഒരു സെക്കൻഡ് ഹോൾഡ് ആണ്. ഓക്കെ, എന്നാ അനുപമ ഒന്ന് ഇറങ്ങിയിട്ട് വീണ്ടും കയറിക്കോ കേട്ടോ. അനുപമയ്ക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ലീവ് ചെയ്തിട്ട് വീണ്ടും കയറിക്കോ. ചിലപ്പോൾ ആ പ്രോബ്ലം സോൾവ് ആയിക്കോളും. ബാക്കി എല്ലാവർക്കും ഞാൻ എഴുതുന്നതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? കാണാം സാർ, കാണാം. ഓക്കെ 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 ഓക്കെ. എന്താ ഇങ്ങനെ വരുന്നത്? Should not happen like this. Okay. Okay, now we continue. Let sin inverse of x is equal to t. അങ്ങനെ വരുമ്പോൾ എന്താണ് കിട്ടുന്നത്? What is derivative of sin inverse of x? Derivative of sin inverse of x is 1 by square root of 1 minus x square. Okay, അതാണ് sin inverse x ന്റെ ഡെറിവേറ്റീവ്. So that into dx അല്ലേ, into dx is equal to dt. ഇങ്ങനെയാണ് നമുക്ക് dt by dx എന്താണ്? t is equal to sin inverse x പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? dt by dx എന്താണ്? dt by dx is equal to 1 by root of 1 minus x square. ഓക്കെ, ഇതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ വളരെ എളുപ്പമായാലും ദിസ് ക്യാൻ ബി സോൾവ് വെരി ഈസിലി. i is equal to എന്ന് പറഞ്ഞ് തുടങ്ങുക. ഇന്റഗ്രൽ ഓഫ് sin inverse x dx എന്ന് പറയുന്നത് sin inverse x നെ നമുക്ക് t ആയിട്ട് എടുക്കാം. sin inverse x നെ നമുക്ക് t ആയിട്ട് എടുക്കാം. പിന്നെ dx by square root of 1 minus x square. ഇത് ഈ സംഭവം ഉണ്ടല്ലോ, ഇത് dx by square root of 1 minus x square, അതിനെ നമുക്ക് dt ആയിട്ട് എടുക്കാം. Now the problem is solved. ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂ വേണമെങ്കിൽ ചെയ്യാം. So that is equal to t എന്താണ്? t square by 2 plus c. What is t? Replace t. So that is sin inverse of x the whole square by 2, that is 1 by 2 plus c. Your problem is solved. അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 24. ക്വസ്റ്റ്യൻ നമ്പർ 24ലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 24. വാട്ട് ഈസ് 24? 24നകത്ത് എന്താണ് തന്നിരിക്കുന്നത്? യു ക്യാൻ റൈറ്റ് ഡൗൺ ദ ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിരിക്കുന്നത് i ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 2 cos x minus 3 sin x divided by 6 cos x plus 4 sin x. Okay, can you give me any suggestion? What should I do first? Can I take 2 common from the denominator? So I'm taking 2 out. What I get is 2 cos x minus 3 sin x divided by, what is here? Here we get 3 cos x plus 2 sin x dx. So if I take the denominator as t, okay, if I take the denominator as t, what can I get? Do I get the numerator as the derivative? Just check. So let us assume let the denominator, okay, that is let 3 cos x plus 2 sin x equal to t. Now differentiate with respect to x. Okay,
we need to differentiate with respect to x. Okay, with respect to x differentiate ചെയ്യുമ്പോൾ 3 യുടെ 3 cosന്റെ ഡെറിവേറ്റീവ് എന്താണ് മൈനസ് സൈൻ. ഓക്കെ, പ്ലസ് 2 സൈനിന്റെ ഡെറിവേറ്റീവ് cos x. See, ഇന്റഗ്രേഷൻ പ്രോബ്ലത്തിന്റെ ഇടയ്ക്ക് നമുക്ക് ഡിഫറൻസിയേഷനും കൂടെ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ രണ്ട് ഫോർമുലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ആയി പോകരുത്. യു നീഡ് ടു ബി വെരി ക്ലിയർ ഓഫ് വാട്ട് യു ആർ ഡൂയിങ് അറ്റ് വാട്ട് സ്റ്റെപ്പ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡിഫറൻസിയേഷൻ ഫോർമുലാസ് യൂസ് ചെയ്യുക, ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇന്റഗ്രേഷൻ ഫോർമുലാസ് യൂസ് ചെയ്യുക. ഓക്കെ, ആ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഫൈനൽ ഹോൾ ഡി എക്സ് ഈക്വൽ ടു ഡി ടി. ഓക്കെ, ഇത്രയും നമുക്ക് കിട്ടുന്നു. ഓക്കെ, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്ത് ചോദിച്ചോളൂ. ഇറ്റ് ഈസ് ഓക്കെ. ഓക്കെ, നൗ വാട്ട് ടു ഡു? Now you have everything. So I will be equal to our I will be equal to 1/2 into integral. Okay, ഇത് 1/2. പിന്നെ ന്യൂമറേറ്റർ എന്തായിരുന്നു? ന്യൂമറേറ്ററും dx ഉം കൂടെ ഒരുമിച്ച് കൂടുമ്പോഴാണ് നമ്മുടെ dt വരുന്നത്. ഓക്കെ, ന്യൂമറേറ്റർ ആൻഡ് dx will be equal to dt. അപ്പൊ നമുക്ക് കിട്ടി dt. പിന്നെ താഴെ എന്താണ്? താഴെ t 1/t dt. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇനി 1/t യുടെ ഇന്റഗ്രേഷൻ എന്താണ്? വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് 1/t dx? log of ഇന്റഗ്രൽ log of modulus t. log of mod of x plus c. ഓക്കെ, ഇതാണ് ഫോർമുല. ഓക്കെ, so this is equal to, sorry, this is log of mod of x plus c. Okay, log mod, sorry, t അല്ലേ വരണ്ടേ അവിടെ? t അല്ലേ വരണ്ടേ? Yes sir. അപ്പൊ t നേരെ റീപ്ലേസ് അല്ല, വേണ്ട, ഞാൻ പിന്നെ എഴുതാം. log mod t plus c and that will be equal to 1/2 into log of mod of what is t? t എന്തായിരുന്നു? ആ സർക്കിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. 3 into cos x plus 2 into sin x plus c. ഓക്കെ, നിങ്ങൾക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അഗെയിൻ ഇനി 24th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 25th ക്വസ്റ്റ്യൻ ട്രൈ ചെയ്തോണ്ടേ. ട്രൈ ദ 25th ക്വസ്റ്റ്യൻ. എന്റെ കൂടെ കൂടെ ചെയ്തു പോകണം. എല്ലാരും ചെയ്യുന്നുണ്ടോ? ഒന്ന് വീഡിയോ ഓൺ ചെയ്തിട്ട് എനിക്ക് നിങ്ങളുടെ നോട്ട്ബുക്ക് കാണിക്കാൻ പറ്റുമോ? ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. I is equal to integral of, അപ്പൊ ഇതിനകത്ത് എന്താണ് അസ്യൂം ചെയ്യണ്ടേ? What should I assume? ഓക്കെ, ഇതിനെ വേണമെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 1/cos square x എന്ന് പറയുന്നത് മോളിൽ പോവും, sec square x ആയി പോവും. So let me assume that, let ഇതിനെ assume ചെയ്യാം t ആയിട്ട്. Okay, so what we get? Let t is equal to 1 minus tan x equal to t. Okay, ഇതിനെ assume ചെയ്യാം. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയാമോ? ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x എന്താണ് കിട്ടുന്നത്? നമുക്ക് കിട്ടുന്ന 1ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് sec square x dx equal to dt. Okay, see, minus sec square x dx is equal to dt. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിനെ എങ്ങനെ ആക്കാം? sec square x dx is equal to minus dt. Okay, sec square x dx is equal to minus dt. അപ്പൊ ഇനി എന്താ വേണ്ടേ? I is equal to minus of integral. Okay, I will be equal to minus of, okay, integral ന്യൂമറേറ്ററിന്റെ dx 1/dt എഴുതാൻ പറ്റും. അപ്പൊ dt ആയി. കുഴപ്പമില്ല, നമുക്ക് ഇത്ര ഇടാ എന്ന് പറയുന്നത് മൈനസ് dt ആണ് അല്ലെ? ഇത്ര ഇടാ മൈനസ് sec square x into dt എന്ന് എടുക്കാൻ പറ്റത്തില്ല. അല്ല, ഈ sec square x into dx നെയാണ് നമ്മൾ dt എന്ന് പറയുന്നത്. ഓക്കെ, മൈനസ് dt എന്ന് പറയുന്നത്. ഇപ്പൊ ഈ 1/cos square എന്ന് പറയുന്നത് sec square ആണ്. അത്രേ ഉള്ളൂ. 1/sec square എന്ന് പറയുന്നത്
1/6² എന്ന് പറയുന്നത്, സോറി 1/cos² എന്ന് പറയുന്നത് 6² ആണ്. അപ്പൊ അതുകൊണ്ട് അത് മുകളിലുണ്ടെന്ന് അങ്ങ് സങ്കല്പിക്കുകയാണ്. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ ഇവിടുന്ന് മാറ്റി മുകളിൽ എഴുതാം, sec²x എന്ന് എഴുതാം. ഓക്കെ, നമ്മൾ 1/cos² sec² ആയിട്ട് അങ്ങ് കാണുകയാണ്, അത്രേ ഉള്ളൂ. എല്ലാം കുറെ പ്രാവശ്യം നമുക്ക് എഴുതിയിട്ട് അത്തരം വെറുതെ നമ്മൾ സമയം സേവ് ചെയ്യുക, അതിന് സ്റ്റെപ്സ് സേവ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇനി എന്താ ഇവിടെ വേണ്ടത്? താഴത്തെ ഇനിയും ബാക്കി എന്ന് പറഞ്ഞാൽ സംതിങ് ഹോൾ സ്ക്വയർ മാത്രം. 1 - tan x the whole square ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ t² മാത്രമേ ബാക്കിയുള്ളൂ. t² എടുത്തോണ്ട് നേരെ t². ഓക്കെ, അപ്പൊ ഇതെന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് t റേസ് ടു -1. ഓക്കെ, ഇത് t ആണ്. ഓക്കെ, മനസ്സിലായി സാർ, മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇനിയും മൈനസ് അവിടെ കിടക്കുന്നു. വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് t²? t റേസ് ടു -2. അതാവുമ്പോ t റേസ് ടു -2 t റേസ് ടു 1. ഓക്കെ, ബൈ -2 + 1. ഓക്കെ, അപ്പൊ ഇനി t റീപ്ലേസ് ചെയ്ത് വാല്യൂ കൊടുത്താൽ മാത്രം മതി. t എന്തായിരുന്നു? 1 - tan x. ഓക്കെ, അപ്പൊ ഇത് മൈനസ് ആയി. പിന്നെ t എന്തായിരുന്നു? 1 - tan x ആയിരുന്നു. ഹോൾ റേസ് ടു -1 ഡിവൈഡഡ് ബൈ -1. ഈ -1 വേണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കാം. അപ്പൊ 1 ആയി, 1 പിന്നെ അല്ല +1 ആയി. ഓക്കെ, ഡിവൈഡഡ് ബൈ 1 - tan x. ഓക്കെ, കാരണം 1 - tan x ഹോൾ റേസ് ടു -1 ആണ്. അത് ന്യൂമറേറ്ററിൽ നിന്ന് ഡിനോമിനേറ്ററിലേക്ക് പോകുമ്പോഴത്തേക്കും റേസ് ടു 1 ആവും, അത്രേ ഉള്ളൂ. സോ യുവർ പ്രോബ്ലം ഇസ് ഡൺ ഹിയർ. അപ്പൊ ഇവിടെ നമ്മുടെ ഇന്റഗ്രേഷൻ കംപ്ലീറ്റ്. ഓക്കെ, നിങ്ങൾ ഒന്നിലും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ പിന്നെ സമാധാനമായിട്ട് വീഡിയോ കാണുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പൊ കുറച്ചുകൂടെ സൂംഡ് ഔട്ട് ഒക്കെ ആയിരിക്കും, സെറ്റ് ചെയ്ത് വെച്ചതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ എഴുതി പോവുക കൂടെ സോൾവ് അലോങ് വിത്ത് മീ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ വേണ്ടത്? ക്വസ്റ്റ്യൻ നമ്പർ 25 കഴിഞ്ഞു. ഇനി 26 എളുപ്പമല്ലേ? 26-നകത്ത് റൂട്ട് എക്സിനെ നമ്മൾ t ആയിട്ട് എടുക്കുക. അപ്പൊ cos t by t എന്ന് വരും. അപ്പൊ അത് വീണ്ടും ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് ദ സെയിം തിങ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നേ? വാട്ട് അസംപ്ഷൻ ഷുഡ് ഐ ടേക്ക് ഫോർ 26th? നിങ്ങൾ ചെയ്ത് എന്നെ കാണിക്കുക. ഓക്കെ, ചെയ്ത് കാണിക്കാവോ? എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ നമ്പർ 26. ഓക്കെ, അതിരിക്കട്ടെ. ഇന്റഗ്രൽ ഓഫ് കോസ് ഓഫ് റൂട്ട് എക്സ് ബൈ റൂട്ട് എക്സ് എന്ത് അസ്യൂം ചെയ്യണം? ഇൻറ്റു ഡി എക്സ്. What is the derivative of root x? 1/2 root x. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം അതിന്റെ രൂപം കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? let us assume that root x is equal to t. root x നെ t ആയിട്ട് എടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക്, ഞാൻ ഇനി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു t എഴുതുന്നില്ല. യു നീഡ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ യുവർ എക്സാംസ്. ഓക്കെ, എപ്പോഴും എഴുതണം. അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ അത് എങ്ങനെ വന്നു, ദാറ്റ് ഈസ് ദ റീസൺ. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു t, ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന 1/2 root x into dx equal to dt. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 2 ഉണ്ട്. ആ 2 വേണമെങ്കിൽ അപ്പുറത്തോട്ട് കൊടുക്കാം. സോ 1/root x into dx is equal to 2 dt എന്ന് കിട്ടി. ഫൈൻ. അപ്പൊ എനിക്ക് ഇനി dx നെ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, 1/root x ഉം ഈ root x ഉം dx ഉം കൂടെ dx/root x ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇവിടെ dx/root x ആണ്. അപ്പൊ അതിനെ എനിക്ക് 2 dt ആയിട്ട് റീപ്ലേസ് ചെയ്യാം. Okay, so I am going back to the question. I will be equal to integral of, ഇതിനെ നമുക്ക് I എന്ന് കൊടുക്കാം. Integral of എന്താണ്? cos 1/2 എടുക്കണ്ട വെളിയില്. 1/2 1/2 കൊണ്ട് 1/2 dt യുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെ 2 ആയി. 2. ഓക്കെ, cos t dt into 2. ഓക്കെ, ഇപ്പൊ ഈ dt എഴുതുന്നതിന്റെ കൂടെ 2 എഴുതുക. അപ്പൊ 2 dt ഇവിടെ വരും dx ന് പകരം. സോറി, ഇത് റൂട്ട് എക്സും ഡിറ്റിയും കൂടെ ഒരുമിച്ച് വരുമ്പോഴത്തേക്കും, എന്ന് വെച്ചാൽ 1/root x ഉം ഡിറ്റിയും കൂടെ നമുക്ക് കിട്ടുന്നത് 2 dt ആയിട്ടാണ്. ഓക്കെ,
പിന്നെ അടുത്ത എന്താണ്? ഇനിയും ചെയ്യാനൊന്നും ഇല്ലല്ലോ. വാട്ട് ഇസ് ദ ഇന്റഗ്രൽ ഓഫ് കോസ്? സൈൻ ടി. ഓക്കെ, സൈൻ ടി പ്ലസ് സി. ഓക്കെ, ഇനി ടി റീപ്ലേസ് ചെയ്താൽ മതി. 2 into സൈൻ ഓഫ് റൂട്ട് എക്സ് പ്ലസ് സി. ദിസ് ഇസ് യുവർ ആൻസർ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരൊറ്റ നമ്മുടെ അസംഷൻ, നമ്മൾ ഒരു അസംഷൻ ചെയ്യുമ്പോൾ അത് എളുപ്പമായി പോകും. പ്രോബ്ലം എളുപ്പമാക്കാൻ വേണ്ടിയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഒരു പ്രോപ്പർ അസംഷൻ ചെയ്യണം. നമ്മൾ ഇപ്പൊ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വാട്ട് അസംഷൻ ടു ടേക്ക്. ഓക്കെ, വാട്ട് അസംഷൻസ് ടു ടേക്ക് ഇൻ വാട്ട് സിറ്റുവേഷൻ. അപ്പൊ നമ്മൾ അതിന്റെ ഒരു പ്രാക്ടീസ് ചെയ്യാണ്. ഓക്കെ, വാട്ട് ഹാപ്പൻഡ്. അപ്പൊ അതിനൊരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ലെറ്റ് മീ മൂവ് ഓൺ. ഒരു മിനിറ്റ്, ആദ്യം ഒന്ന് പാർട്ടിസിപ്പൻസ് ചെക്ക് ചെയ്തേക്കാം ഒന്നുകൂടെ. Okay, fine. 9 participants: Nihal, Joel, Subru, Meenakshi, Evin, Paul, Bhavana, yes sir. Okay, Alan. Where is Alan? Alan vannu. Alan undu. Pinne vera ara? Okay, മനസ്സിലായി. Next question. അടുത്ത question ഏതാണ്? 25 കഴിഞ്ഞെന്ന് തോന്നുന്നു. 26 കഴിഞ്ഞു. ഇനി 27 ചെയ്യാമോ? 27 what to do? 27 എന്താ ചെയ്യണ്ടേ? cos 2x നെ t ആക്കി എടുത്താലോ? cos 2x നെ t ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ minus sin 2x dx is equal to dt എന്ന് വരും. അതിൽ better you take sin 2x is equal to t. sin 2x equal to t എന്ന് എടുക്കുമ്പോഴത്തേക്കും cos 2x dx is equal to dt എന്ന് കിട്ടും. ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലായോ? ഓക്കെ, ടേക്ക് മറ്റേ cos 2x എന്തായാലും നെഗറ്റീവ് ചെയ്യാൻ പറ്റുമോ? അല്ല, cos 2x വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? cos 2x ഞാൻ ക്വസ്റ്റ്യൻ എഴുതട്ടെ ആദ്യം, എന്നാലേ ബാക്കിയുള്ളവര് നോക്കുമ്പോ അവര് ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പോലും ഇല്ലാതായിരിക്കും ചിലർ ഇരിക്കുന്നത്, പറയാൻ പറ്റത്തില്ല. ഞാൻ നോക്കട്ടെ. ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ നമ്പർ 27. ഓക്കെ, 27 ആണ്. ദിസ് ഈസ് റൂട്ട് ഓഫ് sin 2x into cos 2x. ഓക്കെ, ഇതിന്റെ ഇന്റഗ്രൽ കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഇവിടെ എന്താണ് അസ്യൂം ചെയ്യേണ്ടത്? ഇവിടെ അസ്യൂം ചെയ്യും, കാരണം എനിക്ക് cos 2x dx എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ sin 2x നെ അസ്യൂം ചെയ്താൽ എളുപ്പമുണ്ട്. Okay, if I take sin 2x is equal to t, what will I get? Cos 2x. Okay, cos 2x, please be careful. Okay, differentiate with respect to cos 2x by 2. Cos 2x into 2 dx equal to dt. Okay, എനിക്ക് cos 2x dx ഒരുമിച്ച് കിട്ടുന്നുണ്ട്. 1/2 dt എന്ന് വരുന്നുണ്ട്, അത്രേ ഉള്ളൂ വ്യത്യാസം. Okay, cos 2x dx is equal to 1/2 dt. ഞാൻ കോൺസ്റ്റൻസ് നമ്മൾ ഒരു അസംഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റയടിക്ക് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കാറില്ല, ഡയറക്റ്റ് പിന്നെ ഒരു ഐഡിയ കിട്ടും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി ഇത് ഐ എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കാം. ഇന്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് ടി അല്ലെ, റൂട്ട് ഓഫ് ടി ഇൻറ്റു cos 2x dx is equal to 1/2 dt. അപ്പൊ ഇത് 1/2 ഇവിടെ dt. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, 1/2 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് റൂട്ട് ടി dt. റൂട്ട് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? What is integral of root t? ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, t raised to 1/2 എന്ന് എടുക്കാം. നമുക്ക് ആ x raised to n ന്റെ ഫോർമുല ക്ലിക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതാവുമ്പോൾ 1/2 into integral of t raised to 1/2 plus 1 divided by 1/2 plus 1. ഓക്കെ, പ്ലസ് c. ഇന്റഗ്രൽ ഇവിടെ എനിക്ക് ഇന്റഗ്രൽ സൈൻ വേണ്ട കേട്ടോ, ഞാൻ അറിയാതെ എഴുതിയതാണ്. ഓക്കെ, 1/2 into this. Okay, അപ്പൊ അങ്ങനെ വരുമ്പോ 1/2 into എന്താണ്? t raised to 3/2 divided by 3/2 ആണ് അല്ലേ? അല്ല വേണ്ട, 3/2 ആണ്. ഓക്കെ, പ്ലസ് c. Now this can be again written as അല്ലെങ്കിൽ വേണ്ട, താഴത്തെ ലൈനിൽ എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും? This can be written as this is 1/2
And then we have this is 2/3 into t raised to 3/2 plus c. Okay. നിങ്ങൾക്ക് t മാറ്റി sin 2x എഴുതുക. Okay, sin 2x is equal to t. That is what you need to do now. അത്രേ ബാക്കിയുള്ളൂ. So this will be equal to, ആദ്യം വേണമെങ്കിൽ e 2 cancel ചെയ്യാം. So it becomes 1/3 into sin raised to sin of 2x പിന്നെ raised to 3/2 ഇങ്ങനെ എഴുതുക പ്ലസ് c. Okay, next equation. Okay, next question. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? ക്വസ്റ്റ്യൻ നമ്പർ എത്രാമത്തെ? 25, 26, 27 കഴിഞ്ഞു. 28. Okay, question number 28. 28th question നോക്കുക. I will be equal to integral of cos of x divided by 1 plus sin x അതിന്റെ സ്ക്വയർ റൂട്ട്. What should I assume? എനിക്ക് cos x dx കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? cos x dx കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? sin x is equal 1 plus sin x equal to t എടുത്തോട്ടെ. എടുത്തോട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ അസ്യൂം ചെയ്യാൻ പോവാണ് ലെറ്റ് 1 plus sin x equal to t. അപ്പൊ 1ന്റെ ഡെറിവേറ്റീവ് 0, സൈനിന്റെ ഡെറിവേറ്റീവ് cos x പിന്നെ dx ഈക്വൽ ടു dt അല്ലെ. നമ്മൾ dt ബൈ dx കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് cos x എന്നാണ്. ഓക്കെ, അപ്പൊ dx അങ്ങോട്ട് നൈസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നു, അത്രേ ചെയ്യുന്നു. അപ്പൊ cos x dx is equal to dt കിട്ടി. ഓക്കെ, ഇനി എന്താ വേണ്ടേ? ഇനി നമുക്ക് ആസ് യൂഷ്വൽ ചെയ്തു പോവാം. I will be equal to integral of cos x dx എന്ന് പറയുന്നത് നമ്മുടെ d. ഞാൻ അത് തന്നെ ഇവിടെ എഴുതുന്നു. പിന്നെ കിട്ടുന്നത് 1/√t. ഈ റൂട്ട് ടി താഴെ നിർത്തും, പതുക്കെ മണ്ടയിലോട്ട് കൊണ്ടിടുക. അപ്പൊ ദിസ് ബിക്കംസ് ഇന്റഗ്രൽ ഓഫ് ഇവിടെ എന്താണ് t raised to -1/2 into dt. ഇപ്പൊ കുറച്ച് മുമ്പേ ചെയ്തതല്ലേ ഉള്ളൂ ഇത്. That is equal to t raised to -1/2 plus 1 divided by -1/2 plus 1. Okay, plus c, and that will be equal to എന്താണ് t raised to അല്ല -2/3 1/3/2 by 1/3/2 അല്ല, ഒന്നിന്ന് അര കുറയ്ക്കുകയാണ്. 3/2 വരുന്നത് അഡീഷൻ വരുമ്പോഴാണ്. ഓക്കെ, അപ്പൊ ഡിവൈഡഡ് ബൈ 1/2 ആണ്. അത് ഞാൻ ഇവിടെ 2 എന്ന് എഴുതുന്നു. ഓക്കെ, പ്ലസ് c. That is equal to 2 into what is t? T was താഴെ കിടക്കുന്നത് 1 plus sin x plus c. ഓക്കെ, ആൻസർ ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ എല്ലാവരും അല്ലേ? ഞാൻ ചെക്ക് ചെയ്യുന്നില്ല, ഒന്ന് ചെക്ക് ചെയ്ത് പൊക്കോണം ഇടയ്ക്കിടയ്ക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ എത്രാമത്തെയാ നോക്കട്ടെ. ക്വസ്റ്റ്യൻ ഉണ്ട് 29. ഓക്കെ, ഇനി 29. ഓക്കെ, 29th ക്വസ്റ്റ്യൻ നോക്കിക്കൊണ്ട് എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? നല്ല ക്വസ്റ്റ്യൻ ആണല്ലോ. ഈ എന്താണ് ഇന്റഗ്രൽ ഓഫ് cot x into log of sin x into dx. ഇനി എന്താ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ cot x നെ നമുക്ക് t ആയിട്ട് എടുക്കാൻ log mod sin x dx എന്നങ്ങാണ്ട് ഫോർമുല ഇല്ലേ? log mod ഉണ്ട്. എന്തോ അത് cot x ന്റെ ഇന്റഗ്രൽ ആയിരുന്നു അത്. നമുക്കിവിടെ വേണ്ടത് ഡെറിവേറ്റീവ്. നമുക്ക് വേണ്ടത് ഡെറിവേറ്റീവ് അല്ലേ? ഒരു കാര്യം ചെയ്യാം, അതാവുമ്പോ തിരിച്ചങ്ങ് എടുത്താലോ. ലോഗ് മോഡ് സൈൻ എക്സിനെ ടി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ cot x അതിന്റെ ഡെറിവേറ്റീവ് ആവുമല്ലോ. മനസ്സിലായോ?
നമുക്ക് കോട്ടെക്സിന്റെ ഇന്റഗ്രൽ അറിയാം. കോട്ടെക്സിന്റെ ഇന്റഗ്രൽ ലോഗ് മോഡ് സൈൻ എക്സ് ആണ്. അപ്പൊ അതിന്റെ തിരിച്ച് അതിന്റെ ഡെറിവേറ്റീവ് ആയിരിക്കുമല്ലോ. കറക്റ്റ്. നോക്കാം നമുക്ക്. ലെറ്റ് ലോഗ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു ടി ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പൊ ലോഗിന്റെ ഡെറിവേറ്റീവ് ഇനി ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടി. ഞാൻ ഫുൾ എഴുതാം. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ്? ലോഗിന്റെ ഡെറിവേറ്റീവ് 1 ബൈ അല്ലേ? ലോഗിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ലോഗിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 upon whatever is there inside അല്ലേ? അപ്പൊ 1 upon whatever is there inside എന്ന് പറഞ്ഞാൽ 1 by sin x എന്നാണ് അർത്ഥം. പിന്നെ ഇനിയും വരുന്നതെന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ്. അത് നമുക്ക് ന്യൂമറേറ്ററിൽ കിട്ടും. അത് നമ്മുടെ ഓക്കെ ഞാൻ ഇവിടെ എഴുതാൻ പോവാണ് കോസ് എക്സ്. ഓക്കെ, നമ്മുടെ ഇതിന്റെ കഴിഞ്ഞു ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ്. ഓക്കെ, അപ്പൊ ഇതെന്തായി നമുക്ക്? ദിസ് ഈസ് കോട്ട് എക്സ് dx equal to dt. Clear? ഇതിനകത്തൊരു ചെറിയ ഹാങ് ഉണ്ട്. ഓക്കെ, ഇനി കോട്ട് എക്സ് ഡി എക്സ് ഇക്വൽ ടു ഡി ടി ആയി. ഇനി ക്വസ്റ്റ്യനകത്ത് എന്തായിരുന്നു? I will be equal to, ഇവിടെ എനിക്ക് മുകളിലത്തെ ക്വസ്റ്റ്യൻ കാണത്തില്ല. ഓക്കെ, കോട്ട് എക്സ് ഇൻറ്റു ലോഗ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇന്റഗ്രൽ ഓഫ്, ഇവിടെ എഴുതാലോ, ഇന്റഗ്രൽ ഓഫ് എന്താണ്? കോട്ടെക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടി അല്ലെ? കോട്ടെക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി സൈൻ എക്സ് ഇസ് ഈക്വൽ ടു ടി എന്ന് എഴുതി. അപ്പൊ ടി ഇൻറ്റു ഡി ടി എന്ന് എഴുതി. ഓക്കെ, ടി ഇൻറ്റു ഡി ടി എന്ന് എഴുതി. ഇത് സുഖമായിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഈക്വൽ ടു ടി റേസ് ടു 1 + 1 2 1 + 1 is 2 divided by 2 plus c. Okay, അതെന്താണ്? t raised to 2. What was t? t was log mod അല്ലെങ്കിൽ log of sin x the whole square. Okay, divided by 2 ആണ് പ്ലസ് സി. ഇതാണ് ആൻസർ. ഇത് തന്നെയാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് എടുക്കാം. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കോട്ടെ. ഡൗട്ട് എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ നോക്കിക്കോട്ടെ. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇതിനകത്ത് ചെയ്തത് എന്താണ്? ഇതിനകത്ത് ചെയ്തത് എന്താന്ന് പറയാം. ഇതിനകത്ത് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തത് ലോഗ് മോഡ് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു ടി ആയിട്ട് എടുത്തു. ലോഗ് മോഡ് സൈൻ എക്സിനെ നമ്മൾ ടി ആയിട്ട് എടുത്തു. ടി ആയിട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് എടുക്കുന്നത്? ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എന്ന് പറഞ്ഞാൽ 1 upon ആണ്. 1 by something whatever is inside. അപ്പോൾ ഇത് 1 by sin x എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ആണ്. പിന്നെ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് കോസ് കിട്ടി. അപ്പൊ ഇത് രണ്ടും കൂടെ കൂടിയിട്ട് നമുക്ക് കോട്ടായി ഡെറിവേറ്റീവ് കോട്ട് എക്സ് ഡി എക്സ് ഇവിടെ കിട്ടി. അപ്പൊ അവിടെ ഡി ടി എന്ന് ആയി. ഓക്കെ, പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനെ മോഡിഫൈ ചെയ്തു. ഇന്റഗ്രൽ ഓഫ് ടി ഡി ടി എന്നാക്കി മാറ്റി. അതെങ്ങനെ മാറ്റിയത്? ഇതെങ്ങനെ മാറ്റിയത്? ഇന്റഗ്രൽ ഓഫ് ടി ഡി ടി എങ്ങനെ മാറ്റിയത്? ഇതേ ക്വസ്റ്റ്യൻ നോക്കുക. ഇതേ ക്വസ്റ്റ്യനകത്ത് ലോഗ് സൈൻ എക്സിനെ നമ്മൾ ടി ആയിട്ട് ഇട്ടു. പിന്നെ കോട്ട് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡി ടി ആയി. അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് നേരെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തു. ആഫ്റ്റർ ഇന്റഗ്രേഷൻ ഐ എം ജസ്റ്റ് റീപ്ലേസിംഗ് ദ വാല്യൂ ഓഫ് ടി. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9. ഓക്കെ, ക്വസ്റ്റ്യൻ 9ലേക്ക് പോകാം. അല്ല, ക്വസ്റ്റ്യൻ 9 അല്ലല്ലോ, എന്റെ പേജ് 9 ആണ്. പിന്നെ അടുത്ത എത്രാമത്തെയാ? 29 ആയിരുന്നു. അത് കഴിഞ്ഞ് 30. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 30 നോക്കിക്കോട്ടെ. ക്വസ്റ്റ്യൻ 30. I will be equal to, okay, this is I equal to integral of sin x by 1 plus cos x dx. Okay, integral of sin x by 1 plus cos x dx. ഇതെങ്ങനെ എടുക്കാൻ പറ്റും? This is equal to ഡിനോമിനേറ്റർ എടുത്തോട്ടെ, കംപ്ലീറ്റ് ഡിനോമിനേറ്റർ എടുത്തോട്ടെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 1ന്റെ ഡെറിവേറ്റീവ് 0 കിട്ടും, കോസിന്റെ ഡെറിവേറ്റീവ് സൈൻ അല്ലെങ്കിൽ മൈനസ് സൈൻ എന്നുള്ള രീതിയിൽ കിട്ടും അല്ലെ? ആ മൈനസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ, കുഴപ്പമുള്ള കാര്യമല്ല, വളരെ സിമ്പിൾ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വിടാം. അപ്പൊ നമ്മൾ എടുക്കുന്നത് ലെറ്റ് 1 പ്ലസ് കോസ് എക്സ്, ഇതിനെ നമ്മൾ അസ്യൂം ചെയ്യാം. ലെറ്റ് 1 പ്ലസ് കോസ് എക്സ് ഈക്വൽ ടു ടി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്?
1ന്റെ ഡെറിവേറ്റീവ് 0, കോസ്റ്റിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടുന്നു. ഓക്കെ, മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. സിമ്പിൾ. Now I becomes integral of sin x dx equal to dt ആണ്, അല്ല മൈനസ് ഡി ടി ആവും. ഓക്കെ, അപ്പൊ മൈനസ് ഡി ടി നെട്ടു. ഓക്കെ, ഇത് മൈനസ് ആണ്. മൈനസ് ഡി ടി ഡിവൈഡഡ് ബൈ ടി. അഗെയിൻ പ്രോബ്ലംസ് എല്ലാം വളരെ സിമ്പിൾ ആയി മാറുവാണ്. എല്ലാം ഏകദേശം ഒരൊറ്റ ഫോർമുലയെ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ഇതാണ് സിറ്റുവേഷൻ. ഇന്റഗ്രൽ ഓഫ് ടി റേസ് എന്താ 1/t എത്ര? 1/t. 1/t യുടെ ഫോർമുല എന്താണ്? ലോഗ് മോഡ് ടി പ്ലസ് സി അല്ലേ? അപ്പൊ ഈ മൈനസിന് ഇനി ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ, ഇവിടെ ലോഗ് ആണിത്. ഓക്കെ, ലോഗിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ പവർ വേണമെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വേണമെങ്കിൽ ഓക്കെ ടിയുടെ പവർ ആയിട്ട് കൊടുക്കാം. ടി റേസ് ടു -1 എന്ന് കൊടുക്കാം. സോ ദിസ് ബിക്കംസ് ലോഗ് ഓഫ് 1/t പ്ലസ് സി. ഓക്കെ, ടി റേസ് ടു -1 ആയി. ടി റേസ് ടു -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/t ആവും. ഓക്കെ, സോ ദിസ് ബിക്കംസ് ലോഗ് ഓഫ് എന്താണ്? ലോഗ് ഓഫ് എന്താണത്? ടി എന്താ വരുന്നു? 1 plus cos x. 1 plus cos x plus c. സിമ്പിൾ ആണ്. ഒന്നിലും നിങ്ങൾക്ക് ഇവിടെ തന്നെ ടി റീപ്ലേസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഫോമിലേക്ക് ഇവിടെ. അപ്പൊ ആൻസറിനകത്ത് മൈനസ് കാണത്തില്ല. അത്രേ ഉള്ളൂ വ്യത്യാസം. ഐദർ ദിസ് ഓർ ഐ വിൽ ഗോ വിത്ത് ദിസ്. ഓക്കെ, ഇവിടെ എഴുതാൻ വേണമെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ലോഗ് മോഡ് 1 പ്ലസ് cos x plus c. It is രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, രണ്ടും ഒരു ഡിഫറെന്റ് ഫോംസ് ആണ് മാത്രം. ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ്. ഓക്കെ, ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് എടുക്കാം. അടുത്ത ഏതാണ്? 31ാമത്തെ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. Same thing, you take 1 plus cos x equal to t. Question എഴുതി കാണിക്കാം. Integral of sin x divided by 1 plus cos x whole square. എന്താ എടുക്കുന്നത്? ഞാൻ ഇനി ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ട അത് നിങ്ങളങ്ങ് ചെയ്താൽ മതി. ഞാൻ അത് മാർക്ക് ചെയ്ത് തന്നു വിടാം. ഓക്കെ, so this is equal, you take this as t. Okay, എന്താ ചെയ്യണ്ടേ? ഇതിനെ നിങ്ങൾ t ആയിട്ട് എടുക്കുക. ഓക്കെ, അതിനെ നിങ്ങൾ t ആയിട്ട് എടുക്കുക. പിന്നെന്താ വേണ്ടേ? എക്സ് ബ്രാക്കറ്റിന്റെ വെളിയിലല്ല, അപ്പൊ രണ്ടിടത്തും കൊടുക്കേണ്ടി വരത്തില്ലേ? ബ്രാക്കറ്റിന്റെ വെളിയിലാ? സാറേ ടെക്സ്റ്റിൽ ചെറിയൊരു മിസ്റ്റേക്ക്. അല്ല, 1 plus cos അതൊരു ബ്രാക്കറ്റ് ഇട്ടിട്ട് സ്ക്വയറിനാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും അത് മിസ്റ്റേക്ക് ആണ് കേട്ടോ. എന്നാ നിങ്ങൾ ഇങ്ങനെ ആക്കിക്കോ. നിങ്ങൾ ആ ക്വസ്റ്റ്യനെ ഇങ്ങനെ ആക്കിക്കോ. ഇത് കറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 31. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 31 ഇതായിട്ട് എടുത്തോ. 1 plus cos x the whole square ആയിട്ട് എടുത്തോ. അങ്ങനെ ആവുമ്പോ നിങ്ങൾ ഇത് ചെയ്താൽ മതി. ഓക്കെ, sin x ഡിവൈഡ്. അപ്പൊ ഇത് സെയിം സിമ്പിൾ ടൈപ്പ് ആണ്. അപ്പൊ വീണ്ടും താഴെ വരുന്നത് നമുക്ക് എങ്ങനെ കിട്ടും? നമ്മൾ ചെയ്തു വരുമ്പോൾ ഓക്കെ, ഐ എം ഗോയിങ് അറ്റ് ദി എൻഡ് സ്റ്റേജ്. ഏകദേശം എനിക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നുണ്ട് 1 plus cos x നെ t ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും എനിക്ക് കിട്ടുന്നത് sin x dx is equal to dt ആയിട്ട് കിട്ടുന്നു ഏകദേശം അല്ലെ. അത് cos x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ ആണ്. അപ്പൊ sin x dx equal to minus dt ആയിട്ട് കിട്ടും. അപ്പൊ എനിക്ക് കിട്ടുന്നത് മൈനസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് എന്താണ് 1/t square dt ഇങ്ങനെ ഏകദേശം കിട്ടും. പിന്നെ വരുന്നത് എന്താണ്? സോ മൈനസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് t raised to -2 dt എന്ന് വരും. പിന്നെ ഞാൻ അതിനെ ചെയ്യുന്നത് എന്തായിരിക്കും? t raised to -2 plus 1 divided by -2 plus 1 plus c. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? t raised to മൈനസ് ഇടാൻ മറന്നുപോയി, മൈനസ്. ഓക്കെ, അപ്പൊ t raised to -2 plus 1 എന്താണ്? t raised to -1 divided by -1. ആ -1 ഇവിടത്തെ -1 ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പ്ലസ് ആക്കി, പ്ലസ് c.
Problem clear? Yes, sir. Okay. Next problem on try ചെയ്യാം. Question number 32. This is a little bit complex problem. 32. Question എഴുതാം. Question number 32. 32 എഴുതാം. 1 by 1 plus cot x integral dx. ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിനകത്ത് താഴെ വല്ലതും പറഞ്ഞോ. പറഞ്ഞോ. ഇതിനെ സൈൻ കോസിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, സൈൻ കോസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് പറയാം. ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് താഴെ വരുമ്പോഴത്തേക്കും 1 പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് എന്നായിരിക്കും. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കും സൈൻ എക്സ് കോസ് എക്സ് ആകും. ഓക്കെ, എന്നിട്ട് ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ എക്സ് വരും. ആ സൈൻ എക്സ് എനിക്ക് വേണമെങ്കിൽ മുകളിൽ എഴുതാം, സൈൻ എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇൻറ്റു ഡി എക്സ്. ഇതിനെ ഇങ്ങനെ മാറ്റിയത് ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. അതിന്റെ പ്രോസസ് ഞാൻ ഇവിടെ എഴുതാം. 1 പ്ലസ് കോസ് എക്സ് ആണ്, സോറി 1 പ്ലസ് കോട്ട് എക്സ് ആണ്. അപ്പൊ അതിനെ എനിക്ക് എഴുതാൻ പറ്റും 1 പ്ലസ് കോസ് എക്സ് ബൈ സൈൻ എക്സ്. പിന്നെ ദാറ്റ് ബിക്കംസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ബൈ സൈൻ എക്സ്. ഇത് ഈ ക്വസ്റ്റ്യനകത്ത് കാണുന്നത് ഇതിന്റെ റെസിപ്രോക്കൽ ആണ്. ഓക്കെ, അപ്പൊ ഇത് തിരിഞ്ഞിരിക്കും, സൈൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നെക്സ്റ്റിലേക്ക് പോകാം. കൂടുതൽ പ്രൊസീഡ് ചെയ്യാം. എന്താണ് ഇനി എന്താ ചെയ്യണ്ടേ? ഇനിയും പറഞ്ഞു. Now what should I do? sin x plus cos x is equal to t. അങ്ങനെ ചെയ്താൽ എന്ത് കിട്ടും? അങ്ങനെ ആകുമ്പോ നമുക്ക് cos x minus sin x equal to t എന്ന് കിട്ടും. അല്ല, dt എന്ന് കിട്ടും. cos x minus sin x dx is equal to dt എന്ന് കിട്ടും. അത് പെട്ടുപോയി. cos x minus sin x dx is equal to dt അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കോമൺ എടുക്കാൻ പറ്റുമോ? എന്തെടുക്കാനാ? കോമൺ എടുക്കാൻ sin x നെ കോമൺ എടുത്തിട്ട് 1 by 1 plus cos x, എന്നിട്ട് 1 plus cos x നെ t ആയിട്ട് അസ്യൂം ചെയ്ത് 1 by 1 plus cos x ആ? അതെങ്ങനെയാ മുകളിലും താഴെയും കട്ട് ചെയ്ത്? sin x ന് 2 അല്ല, പണ്ടും ഇതുപോലൊരു ചോദ്യം ആരാ ചോദിച്ചായിരുന്നു, എനിക്ക് മനസ്സിലായി. മേബി കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, എന്തെങ്കിലും മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ 2 മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ ഒരു 1/2 ഇടുന്നു. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും വിരോധം ഉണ്ടോ? ഇത്രയടാ ഇല്ല. ഓക്കെ, അപ്പൊ 1/2. ഓക്കെ, ഇനി sin 2x നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? sin x plus sin x എന്ന് എഴുതാൻ പറ്റുമോ? sin x നെ എനിക്ക് sin x plus 2 times x നെ എനിക്ക് x plus x എന്ന് എഴുതാൻ പറ്റും. അതുപോലെ 2 sin x നെ എനിക്ക് sin x plus sin x എന്ന് എഴുതാൻ പറ്റുമോ? ഞാൻ കുറച്ചുകൂടെ ഇങ്ങനെ വൃത്തിയായിട്ട് sin x കുറച്ച് സ്പേസ് ഒക്കെ വിട്ട് വൃത്തിയായിട്ട്, സോറി അത് കോസ് ആയി പോയി, sin x ഇങ്ങനെ എഴുതുന്നതിന് ആർക്കെങ്കിലും വിരോധം ഉണ്ടോ? കുറച്ച് സ്പേസ് ഒക്കെ വിട്ട് ഇല്ല. അപ്പൊ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇവിടെ ഇടയ്ക്ക് ഒരു കോസ് പ്ലസ് കോസ് എക്സ് മൈനസ് കോസ് എക്സ് ചെയ്യാം. ഓക്കെ, കോസ് എക്സ് ആഡും സബ്ട്രാക്റ്റും ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും കൂടെ ഗ്രൂപ്പ് ചെയ്തു. ഫൈൻ. എന്നിട്ട് ഈ ഡിനോമിനേറ്റർ രണ്ടിനും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/2 ആസ് ഇറ്റ് ഈസ് അവിടെ കിടപ്പുണ്ട്. ഇന്റഗ്രലും ആസ് ഇറ്റ് ഈസ്, എന്താ ഇത്, ഇന്റഗ്രൽ ആസ് ഇറ്റ് ഈസ് കിടപ്പുണ്ട്. അപ്പൊ ഇവിടെ വരുമ്പോ 1 പ്ലസ് sin x മൈനസ് cos x ഡിവൈഡഡ് ബൈ sin x പ്ലസ് cos x ഇൻറ്റു dx കിടപ്പുണ്ട്. ഓക്കെ,
ഞാനൊരു ചെറിയ പരിപാടി ചെയ്യാം. ഇതിവിടെ അങ്ങ് ബ്രാക്കറ്റ് അങ്ങ് സെറ്റ് ചെയ്തേക്കാം. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. ഓക്കെ, ഈ ബ്രാക്കറ്റ് ഇടുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു ഡി എക്സും കൊടുത്തേക്കാം. ഡി എക്സ് ഇവിടെയും കൊടുക്കാം, ഇവിടെ ഒരു ഇന്റഗ്രലും കൊടുക്കാം. ഇപ്പൊ പ്രോബ്ലം സോൾവ് ഇന്റഗ്രേഷൻ 1/2 രണ്ടിനും ഉള്ളതല്ലേ, അതുകൊണ്ട് 1/2 രണ്ടിലേക്കും കൊടുക്കാം. ഇനിയും ഇന്റഗ്രേഷൻ ചെയ്യാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇനി ആദ്യം നമ്മൾ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ sin x പ്ലസ് കോസ് എക്സിനെ ടി ആയിട്ട് അങ്ങ് എടുത്തു പോക്കൂ. ലെഫ്റ്റ് സൈഡ് ഒറ്റയടിക്ക് നമുക്ക് തീരും, റൈറ്റ് സൈഡിന്റെ മാത്രം. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ i1 പ്ലസ് i2 എന്ന് എഴുതാം, ഈക്വൽ ടു 1/2. പിന്നെ ഇതെന്താണ്? ഇന്റഗ്രൽ 1dx എന്താണ് ഫോർമുല? x പ്ലസ് c. ഓക്കെ, എക്സ് പ്ലസ് c1. ഓക്കെ, അത് ആ c മനസ്സിൽ കിടക്കട്ടെ. പിന്നെ ഇതൊന്ന് റഫ് ആയിട്ട് ഇവിടെ ചെയ്തു നോക്കാം. ഇതിന്റെ എന്താണ്? ലെറ്റ് sin x പ്ലസ് കോസ് എക്സ് sin x plus അങ്ങനെ cos വരുമ്പോഴത്തേക്ക് x ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എന്തായത്? കോസ് എക്സ് മൈനസ് സൈൻ എക്സ് cos x minus ഈക്വൽ ടു ഡി ടി. ശരിയായില്ലേ? കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി. ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പ്രോബ്ലം തീരുന്നതേ ഉള്ളൂ. ഓക്കെ, ഇറ്റ് ബിക്കംസ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് sin x minus cos x dx minus dt. മനസ്സിലായോ? കോസ് എക്സിനെ minus 1/2. മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് ഇവിടെ കിട്ടി. ഒരു സെക്കൻഡ്, ഈ കോസ് എക്സ് ദാണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നു മൈനസ് കോസ് എക്സ്. ഈ മൈനസ് സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് ആയി ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നു. പിന്നെന്താ? അപ്പുറത്ത് ഒരു മൈനസ് സൈനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആയി. ഇനി അങ്ങോട്ട് ഇട്ടാൽ മാത്രം മതി ന്യൂമറേറ്റർ. അപ്പൊ ഇവിടെ എന്താണ്? ഒരു മൈനസ് ഇവിടെ വരും. സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡി എക്സ് എന്താണത്? ഡി ടി. ഓക്കെ, അതിന് അവിടെ ഒരു ചെറിയ ഇന്റഗ്രേഷൻ ബാക്കിയുണ്ട് കേട്ടോ. ഇന്റഗ്രൽ ഓഫ് ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ്? ബൈ ടി. അത്രേ ഉള്ളൂ. ആ സി ഒക്കെ മനസ്സിൽ കിടന്നോട്ട് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ആ ഒരു പോർഷനിൽ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, ലാസ്റ്റിൽ എഴുതി ഒരു സി കാണണം അവിടെ. ഓക്കെ, ഡെഫിനിറ്റ് അല്ല, ഇൻഡെഫിനിറ്റ് ആണെങ്കിൽ അത് വേണം. അനുപമ, വാട്ട് ഹാപ്പൻഡ്? ഓക്കെ, 10. ദിസ് ഈസ് 1/2 into ഇന്റഗ്രൽ ഓഫ് എന്താണ് ഇവിടെ എക്സ് ആണ് മൈനസ് x ലോഗ് മോഡ് minus log of modulus t plus c. ഓക്കെ, അത് ആ മൊത്തത്തിൽ അങ്ങ് ഇടുക കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഒരു 1/2 ഒക്കെ മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വേറൊരു സി ആക്കി മാറ്റി. സോ ദിസ് ഈസ് 1/2 എക്സ്, അല്ലെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റും x/2 മൈനസ് 1/2 ഇൻറ്റു ലോഗ് ഓഫ് ഈ ടി. എന്താണ് ടി? ടി എന്ന് പറഞ്ഞാൽ ഈ വട്ടം സാധനമാണ്. sin x plus c. ഓക്കെ, sin x plus cos x. sin x plus cos x plus c. ഓക്കെ, പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ വേണമെങ്കിൽ ചെക്ക് ചെയ്തോണ്ട് കുറെ C1 C2 ഒക്കെ അവിടെ ഇവിടെ ഇട്ടിട്ട് എല്ലാം കൂടെ കഴിഞ്ഞ് ഫൈനൽ ഒരു സി ഇട്ടിരിക്കുക കേട്ടോ. ഇവിടെ രണ്ട് ഇന്റഗ്രേഷൻ ഉണ്ട്, ഇവിടെ ഒരു ഇന്റഗ്രേഷൻ ഉണ്ട്, ഇവിടെ ഒരു ഇന്റഗ്രേഷൻ ഉണ്ട്. വേണമെങ്കിൽ അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ്? 32 കഴിഞ്ഞ് കഴിഞ്ഞാൽ 32 കഴിഞ്ഞാൽ 1 minus tan x. 1 minus tan x. ആ ക്വസ്റ്റ്യനെ നിങ്ങൾ അതുപോലെ തന്നെ ട്രൈ ചെയ്യുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ, അത് ഞാൻ സോൾവ് ചെയ്തു തരാം. അല്ലെങ്കിൽ അതർ 33 വിൽ ബി യുവർ ഹോംവർക്ക്. ഓക്കെ, ഇനി 34th ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാം. 34 അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം 34 എന്താണ്? ഇന്റഗ്രൽ ഓഫ് എന്താ അവിടെ? tan x, root of tan x divided by sin x plus cos x into cos x dx. Okay. Okay, fine. Next എന്താണ്? ഈക്വൽ ടു എന്ത് ചെയ്യണം? അതിനകത്ത് എന്തെങ്കിലും പറയാമോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ പറ്റത്തുള്ളൂ സാർ. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണ്ടേ? എന്താ അഡ്ജസ്റ്റ്മെന്റ്?
നമുക്ക് ടാൻ എക്സിനെ ടി ആയിട്ട് ആ എടുത്താൽ സൈൻ എക്സ് കോസ് പറഞ്ഞോ കിട്ടത്തില്ലല്ലോ സോ സീക്സ് സ്ക്വയർ എക്സ് വരത്തില്ലേ? ടാൻ എക്സിനെ ടി എടുത്താലോ? അല്ല സീക്സ് സ്ക്വയർ എക്സ് വരത്തില്ലേ? സീക്സ് സ്ക്വയർ എക്സ് വരട്ടെന്നേ, വരുമ്പോ നോക്കാം. ടാൻ എക്സിനെ ടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവോ? ഒരു കാര്യം ചെയ്യാം, സീക്സ് സ്ക്വയർ വരും. എന്നാ സീക്സ് സ്ക്വയർ കൊണ്ടുവരാൻ ട്രൈ ചെയ്യാവോ? സീക്സ് സ്ക്വയർ ആക്കി കളയാം നമുക്ക് എന്നാ. ഓക്കെ, ജസ്റ്റ് ഹോൾഡ് ഓൺ. ഓക്കെ, ഞാനൊരു മെസ്സേജ് അയച്ചിട്ട് വരാം തിരിച്ച്. divided by cos x. നമുക്കപ്പോ സീക്സ് സ്ക്വയർ ആക്കിയേക്കാം. എങ്ങനെയാ സീക്സ് സ്ക്വയർ ആക്കുന്നത്? ഇതേ കണ്ടോ? ഓക്കെ, ഇന്റഗ്രൽ ഓഫ് tan x is equal to ഇതിനെ നമുക്ക് ടാൻ എക്സ് എടുക്കാം. ഓക്കെ, അപ്പൊ എനിക്ക് ഇവിടെ സീക്ക് വേണമെങ്കിൽ 1 cos സ്ക്വയർ വേണ്ടേ? ഇപ്പൊ സീക്കായോ? ഓക്കെ, ആ താഴെ കിടക്കുന്ന കോസ് സ്ക്വയർ മേളിൽ കിടക്കുന്ന സീക്ക് ആണല്ലോ. സീക്സ് സ്ക്വയർ അല്ലേ? ഡിനോമിനേറ്ററിൽ കിടക്കുന്ന കോസ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ കിടക്കുന്ന സിക്സ് സ്ക്വയർ ആണ് അല്ലേ? അപ്പൊ ഞാൻ എന്തുവാ ചെയ്തത് എന്ന് പറയാമോ? ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഇൻകംപ്ലീറ്റ് ആണ്. ഞാൻ ആ കോസിന് പകരം അതിനെ കോസ് സ്ക്വയർ എന്ന് എഴുതി. അപ്പൊ ഞാൻ എന്തുവാ ഇനി ചെയ്യണ്ടേ? ഞാൻ ഇനി ഒരു കോസ് കൊണ്ട് ആ ഡിനോമിനേറ്ററിനകത്ത് ഡിവൈഡ് ചെയ്യണം അല്ലേ? കറക്റ്റ്? മനസ്സിലായോ? ഓക്കെ സാർ ഒരു ഡൗട്ട് സാർ. പറഞ്ഞോ. അല്ല കോസ് കൊണ്ട് അത് ഇൻറ്റു ചെയ്ത് പിന്നെ ഡിവൈഡ് ചെയ്യുവല്ലേ ചെയ്യുന്നത്? അത്രേ ചെയ്തുള്ളൂ. അപ്പൊ നമുക്ക് വേണ്ട ഒരു സീക്ക് സ്ക്വയർ കിട്ടി. അപ്പൊ സൈൻ എക്സ് അല്ല അപ്പൊ കോസ് എക്സ് അല്ല സൈൻ എക്സ് ഒരു കാര്യം ചെയ്യും, 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ചോദിക്കും. ഓക്കെ, മനസ്സിലായോ? ഇവിടെ ഞാൻ സൈൻ ഞാൻ ഇവിടെ കോസ് എക്സ് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഞാൻ എന്നാ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്റഗ്രൽ ഓഫ് ഇവിടെ എന്താണ് കിട്ടുന്നത്? ഇവിടെ ടാൻ എക്സ് ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ അഗൈൻ ടാൻ എക്സ് ആണ്. ഓക്കെ, പിന്നെ താഴെ കിടക്കുന്ന സീക്ക് സ്ക്വയർ എക്സ്, അത് സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ്. ഓക്കെ, ക്ലിയർ ആണോ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഇത് ടാൻ എക്സ് റേസ് ടു 1/2 ആണിത്. ഓക്കെ, റൂട്ട് ഓഫ് ടാൻ എക്സ് എന്ന് പറയുന്നത് ടാൻ എക്സ് റേസ് ടു 1/2 ആണ്. ടാൻ എക്സ് റേസ് ടു 1/2 ആണ്. അപ്പൊ ഞാൻ അതിനെ ടാൻ എക്സ് റേസ് ടു 1/2 എന്ന് എഴുതുന്നു. ഓക്കെ, ഇനി താഴെ കിടക്കുന്ന ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് റേസ് ടു 1 ആണ്. അത് താഴെ നിന്ന് മുകളിലോട്ട് കൊടുക്കുന്നു. അപ്പൊ -1 ആയി. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. ടാൻ എക്സ് റേസ് ടു ദ പവർ ഇത് 1/2 -1 ഓക്കെ ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എക്സ്. ഇനി ഞാൻ ടാൻ എക്സ് ഈക്വൽ ടു ടി എന്നിടുന്നു. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്നത് എന്താണ്? അവിടെ ഞാൻ ചെയ്യുന്നത് ടാൻ എക്സ് ഇവിടെ ചെയ്യാണ്. ഇവിടുന്ന് ഞാൻ എടുക്കണം ടാൻ എക്സ് ഈക്വൽ ടു ടി ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ എന്ത് കിട്ടും എനിക്ക്? സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി. പ്രോബ്ലം സോൾവ്. അപ്പൊ ഇത്രയും സിംപ്ലിഫൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഡി ടി ഇട്ടത്, ടി അസംഷൻ വന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ടി റേസ് ടു ഇതെന്താണ് 1/2 -1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1/2 അല്ലേ? ഓക്കെ, ഇടയ്ക്ക് ഒരു സ്റ്റെപ്പ് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി.
ഇതിന്റെ എന്താണ് ഫോർമുല? ഇന്റഗ്രൽ ഓഫ് ടി റേസ് ടു മൈനസ് 1/2. അപ്പൊ ടി റേസ് ടു മൈനസ് 1/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് 1/2 പ്ലസ് 1. ഈ മൈനസ് 1/2 പ്ലസ് 1 എത്രയാണ്? minus 1/2 t raised to minus 1/2. അല്ല, ടി റേസ് ടു 1/2 അല്ല 1/2. ആ ശരി. ഡിവൈഡഡ് ബൈ 1/2. അപ്പൊ 2t പ്ലസ് 2. ഓക്കെ. അപ്പൊ ഇവിടെ ടി എത്ര എന്നുള്ളത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. വാട്ട് ഈസ് ടി? ടി ഈസ് ഈക്വൽ ടു tan x. tan x 6 square tan x plus c. ഫോൺ സൈലന്റ് ആക്കി വെക്കുക കേട്ടോ. അത് സ്പീക്കറിലൂടെ കയറി ഇങ്ങോട്ടേക്ക് വരും. 2 into root of tan x plus c. ഓക്കെ. പ്രോബ്ലം ഒന്നുകൂടെ വേണമെങ്കിൽ നോക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കുഴപ്പമില്ല സർ, മനസ്സിലായി. മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 1 plus log x by x. 35 വളരെ സിമ്പിൾ ആണ്. 1 plus log x equal to t, 1 by x dx is equal to dt. പ്രോബ്ലം സോൾവ്. തന്നെ ചെയ്തോളാം. ചെയ്തോളാം സർ. ഓക്കെ. ബാക്കി ആരും ഒന്നും പറയുന്നില്ല. അതിന്റെ അർത്ഥം അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചോദിക്കാം. ഐ വിൽ ബി മോർ ദാൻ ഹാപ്പി ഇഫ് യു ആസ്ക് യുവർ റിയൽ ജെന്യൂൻ ഡൗട്ട്സ്. ക്വസ്റ്റ്യൻ നമ്പർ 35 കഴിഞ്ഞു. 36 എന്തൊക്കെയുണ്ട്? x പ്ലസ് log x. 36 ക്വസ്റ്റ്യൻ നമ്പർ 36 നോക്കുക. 36 എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ഇന്റഗ്രൽ x പ്ലസ് log x നെ t ആയിട്ട് എടുക്കുക. നമുക്ക് നോക്കട്ടെ. ഞാനത് ഇനി അതാണ് കാണുന്നത്. നോക്കട്ടെ. 1x plus log x. 1 plus 1 by x. log x. ഒന്ന് ചെയ്തു നോക്കി. what is the derivative of x plus log x? 1 plus 1 by x. കിട്ടുന്നുണ്ട്. 1 plus 1 by x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? x plus 1 by x അല്ലേ? x നെ ആദ്യം കോമൺ എടുത്ത് ചെയ്യണ്ട. വാട്ട് യു സെഡ് വാസ് റൈറ്റ്. നമുക്ക് കാരണം നമ്മളൊന്ന് കുറച്ച് കാണാൻ ശ്രമിക്കുക. ഈ ഉള്ളിലത്തെ സാധനത്തിനെ ടി ആയിട്ട് എടുക്കുക. ഇതിനെ ടി ആയിട്ട് എടുക്കുമ്പോൾ എന്താണ് നമുക്ക് ചെയ്യുന്നത്? എക്സ് പ്ലസ് ലോഗ് ഓഫ് എക്സ് ഈക്വൽ ടു ടി എടുത്തു. ഓക്കെ. അപ്പൊ ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഇവിടെ കിട്ടുന്നത്? 1 plus log x 1 by x. സോറി 1 plus 1 plus 1 by x. 1 plus 1 by x dx equal to dt. dx equal to dt. ഇതൊന്ന് LCM എടുത്ത് നോക്കിയേ. വാട്ട് ആർ യു ഗെറ്റിംഗ്? ഇറ്റ് ഈസ് x plus 1 by x into dx equal to dt. നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആയി. കാരണം ഇത് t ആണ്. ഓക്കെ. ഇതും ഈ dx കൂടെ dt ആണ്. So your I becomes integral of മനസ്സിലാവുന്നുണ്ടോ? dt by dt into t. dt into t. ഞാൻ വേണ്ട വിചാരിക്കുന്നൊന്നും പോകുന്നില്ല. പോട്ടെ. dt into t അല്ലേ? എന്താണ് കിട്ടുന്നത്? അപ്പൊ ഇന്റഗ്രൽ ഓഫ് t square by 2 plus t square dt by 2 plus c. ഈ ബൈ 2 എവിടെ നിന്ന് വരുന്നു? 2 അല്ല 2 plus 1 by 2 plus 1. ഇനി അടുത്ത സ്റ്റെപ്പിലാണത്. ഇന്റഗ്രൽ ഓഫ് അത് ഇനി ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ t raised to 2 plus 1 divided by t raised to 2 plus 1. Sorry 2 plus 1 plus c. ഓക്കെ. ഇത് t ആണ്, f അല്ല. ഓക്കെ. സോ വാട്ട് ഈസ് t എന്താണ്? 2 plus 1 3 ആണ്. t എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് log x the whole raised to 3 by 3 plus c. കഴിഞ്ഞ 36. പ്രോബ്ലത്തിനകത്ത് ലെങ്തേ ഇല്ല, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ കണ്ടായിട്ടിട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ. ഒന്നും ആരും അറ്റംപ്റ്റ് പോലും ചെയ്യത്തില്ല. എന്താ കാരണം?
ഒരു റൂട്ടോ ഒരു ലോഗോ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നല്ല ബ്ലഡ് പ്രഷർ ഒക്കെ ഹൈ ആയി പ്രശ്നമായി പോകും. അവിടെയാണ് പ്രശ്നം അല്ലേ? ഇനി നമുക്ക് ഒരു 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 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, നോർമൽ ക്വസ്റ്റ്യൻ. MCQs നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഡൗട്ട്സ് ഉള്ളത് എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ അല്ലാതെ ചോദിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തു. 37th ക്വസ്റ്റ്യൻ ഐ എന്താ? പക്ഷെ നാളെ രാവിലെ വിളിക്കില്ല, ഞാൻ നാളെ രാവിലെ ഒരു 10 മണി വരെ ഞാൻ അവൈലബിൾ അല്ല. That is equal to I equal to integral of x raised to 3 ഇതിനകത്ത് എന്താ അസ്യൂം ചെയ്യേണ്ടത് നിങ്ങൾ ആലോചിച്ചു. ഞാൻ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴത്തേക്കും സൈൻ ഓഫ് tan inverse x raised to 4 വല്ല ഗൈഡോ എല്ലാം തുറന്നു വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. 1/. ജോയൽ? ഇല്ല സാർ, ഇല്ല. ഇല്ല, എന്നാ പിന്നെ വളരെ നല്ലത്. ഇല്ല ഇല്ല സാർ, ഇല്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഐ വിൽ ബി ഹാപ്പി. നിങ്ങൾ നോക്കി അല്ല പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന വളരെ ജെന്യൂൻ ക്വസ്റ്റ്യൻസ് ആണ്. അല്ലെങ്കിൽ കൂടെ കൂടെ കാര്യങ്ങൾ പറയുന്നത് അതൊക്കെ ഒരു സ്റ്റുഡന്റിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ അതൊക്കെ വേണം. ടീച്ചറിനും പഠിപ്പിക്കാൻ ഒരു സുഖം ഉണ്ടാവും, ഒരു സ്റ്റുഡന്റിനും ഇൻട്രസ്റ്റ് ഫീൽ ചെയ്ത് തുടങ്ങും. അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം മുതൽ പഠിക്കാൻ പറയുന്നത്. അപ്പൊ ബാക്കിയുള്ളവർക്ക് ഇൻട്രസ്റ്റ് തന്നെ വരും അടുത്ത ചെയ്യാൻ. കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമ്പോഴേ നമുക്ക് അടുത്തത് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളവരും അതിനനുസരിച്ച് മോട്ടിവേറ്റ് ആയിട്ട് കൂടെ ഒന്ന് ട്രൈ ചെയ്യുക. വരാൻ പറ്റുന്നില്ലെങ്കിൽ യു ടേക്ക് മൈ ഹെൽപ്പ്. ഞാൻ ചിലപ്പോൾ പറയുന്ന രീതി ചിലപ്പോൾ എന്റെ വേറെ ആളുടെ രീതിയിലായിരിക്കും, പക്ഷെ ഫൈനലി നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. ഓക്കെ, ഇതിനകത്ത് എന്താ ചെയ്യണ്ടേ? ഇതിനകത്ത് tan inverse x raised to 4 tan inverse of x raised to 4 equal to let tan inverse x raised to 4 equal to t. ഇങ്ങനെ എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാം നമുക്ക്. ഡെറിവേറ്റീവ് എന്താണ്? 1/1 plus x square. 1/1 plus x square. x square 3x square x square into x raised to 4. ശരി into 3x 4x cube. ഞാൻ പറഞ്ഞു കേട്ടെ. ഓക്കെ, 1/1 plus x raised to 4 1/1 plus x raised to 4 the whole square. ഓക്കെ, ഇത് നമ്മുടെ ഒരു x ആണ് അല്ലെ? tan inverse y എന്ന് വിചാരിച്ചോളൂ. അങ്ങനെ ആവുമ്പോൾ 1/1 plus y square. ഓക്കെ, ഇനി ചെയ്യേണ്ടത് y യുടെ ഡെറിവേറ്റീവ് എടുക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേന അതിന്റെ പുറത്ത് സ്ക്രാച്ച് ചെയ്യല്ലേ. ഹലോ അതിന്റെ പുറത്ത് എഴുതല്ലേ ആരും. x raised to 4 അതിന്റെ ഡെറിവേറ്റീവ് ബാക്കിയാണ്. അപ്പൊ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4 into x raised to 3. ഓക്കെ, അവിടം വരെ ഉണ്ട്. into dx equal to dt ആണ്. ഓക്കെ, x raised to 4ന്റെ ഡെറിവേറ്റീവ് ബാക്കിയാണ്. x raised to 4ന്റെ ഡെറിവേറ്റീവ് ആണ് 4x raised to 3. ഈ കാണുന്നത് tan inverseന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ മറന്നുപോയവർക്ക് വേണ്ടിയിട്ട് പറയുവാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോക്കട്ടെ. ഈ താഴെ കിടക്കുന്ന 1 plus x raised to 8 ഉണ്ട്. ഓക്കെ, അവിടെ കിടപ്പുണ്ട്. പിന്നെ x raised to 3 ഉണ്ട്. ഈ ഒരു 4 മാത്രമേ ഉള്ളൂ നമുക്ക് ഇപ്പൊ തൽക്കാലം വേണ്ടാത്തൊരു കാര്യം. അത് അപ്പുറത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് ഞാനിപ്പോ ഇവിടെ എഴുതുന്നൊന്നുമില്ല, കാരണം അത് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യും. അതുകൊണ്ട് വേണ്ടിടത്ത് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതി പോകും. ഓക്കെ, 1/3 dt 1/4 dt എന്തോ divided by 4 അല്ല ഒന്ന്. divided by 4 വരും. ഓക്കെ, അപ്പൊ 1/4 അവിടെ അങ്ങ് വരും. 1/4 dt എന്നങ്ങ് എഴുതും ഞാൻ. ഓക്കെ, ഈ 4 താഴെ ഇട്ടിട്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ? എന്താണ് ഇന്റഗ്രൽ ഓഫ് സൈൻ ഓഫ് t dt. ഇത്രേ ഉള്ളൂ. 1/4. പിന്നെന്താണ് കാരണം എന്താണ്? ഇതും dx കൂടെ dt ആയി, dt/4 ആയി. ഓക്കെ, dt/4 ആയി. ഇനി ഇന്റഗ്രൽ ഓഫ് sin x എന്താണ്? cos ആണ്. minus cos t plus c. No, integral of sin is cos. അതോ minus cos? minus cos. minus cos t. Fine. 1/4 into minus cos t plus c. കഴിഞ്ഞ t മാറ്റി കൊടുത്തു. t കൂടെ മാറ്റി കൊടുത്തു. എത്ര കിട്ടുന്നു? t മാറ്റി. t എന്താണ്? minus cos tan inverse x raised to 4.
Okay, minus of minus 1 by cos cos. tan inverse x raised to 4 plus c. Okay. നമുക്ക് എന്താ ക്ലാസ്, ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. പക്ഷെ ഒരു കുറച്ച് കാര്യം പറയാനുണ്ട്. ഇതെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ട് റെഗുലർലി ഇപ്പൊ നോട്ടിൽ എഴുതുന്നവർക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ നോട്ട് ഉണ്ടാക്കണം കേട്ടോ. റെഗുലർ ആയിട്ട് നിങ്ങൾ നോട്ട് ഉണ്ടാക്കണം, തന്നെ 1-2 വട്ടം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, 1-2 വട്ടം പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആകത്തില്ല. ക്ലിയർ ആവുന്നവർക്ക് കുഴപ്പമില്ല, ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, അത്രേ ഉള്ളൂ. എന്നാലേ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക്, അടുത്ത സ്റ്റേജ് വരുമ്പോഴത്തേക്കും, ഇപ്പൊ നമ്മുടെ 37 പ്രോബ്ലംസ് ആണ് അപ്രോക്സിമേറ്റ്ലി സോൾവ് ചെയ്തത് അല്ലേ. അപ്പൊ എല്ലാത്തിനകത്തും കുറച്ച് ടെക്നീക്സ് റിപ്പീറ്റ് ആയി വരുന്നുണ്ട്. അപ്പൊ ഇത്ര കുറച്ചുകൂടെ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് വരുന്നത്, കുറച്ചും കൂടെ കോൺഫിഡൻസ് കൂടി വരും. ഓക്കെ, നമ്മുടെ ഒരു വേ ഓഫ് തിങ്കിങ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് നമ്മളിവിടെ എക്സസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. CBSE എക്സസൈസ്, NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് എക്സസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓരോ തിങ്കിങ് എബിലിറ്റി ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരുവാണ്. ഓക്കെ, നമ്മളിപ്പോ തൽക്കാലം ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. മൺഡേ ചിലപ്പം രാവിലെ ക്ലാസ് കാണത്തില്ല. ഓക്കെ, ബിക്കോസ് ഐ ഹാവ് a ritual to attend. Maybe if it is on Monday, then it will be difficult to എനിക്ക് വരാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ മൺഡേ വേറെ ടൈം, മേ ബി ദിസ് ടൈം ഒരു വൈകുന്നേരത്തെ ടൈം നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ അറേഞ്ച് ചെയ്യാം. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു ഓൾ. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു സാർ. ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചോട്ടെ. ആരായി ഡ്രോയിങ് ചെയ്തോണ്ടിരിക്കുന്നത്? ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തോളാം. എനിക്കിവിടെ ഇതിനകത്ത് കിട്ടും, വീഡിയോ ലിസ്റ്റിങ്ങിനകത്ത് കിട്ടും. എടുക്കുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ കിട്ടിക്കോളും, കാരണം അവരുടെ പേരും വീഡിയോയും കൂടെ എനിക്ക് ഇവിടെ കിട്ടും. പേര് താഴെ എഴുതിയിട്ടുണ്ടായിരിക്കും, ലോഗിൻ പേര്. ഓക്കെ, എന്നാ ശരി, ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. താങ്ക് യു സാർ.